എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ കൊച്ചിയിലെ വാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മൾക്കറിയാം, നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഇവിടെ ഇന്നലെ രാത്രി 3ഓളം വീടുകളിൽ മോഷണ ശ്രമം നടന്നു. ഒരു വീട്ടിൽ നിന്ന് 2 മൊബൈലും കൊണ്ടുപോയി. അങ്ങനെ മൊത്തത്തിൽ ഈ പ്രദേശത്തുള്ള അതിനു മുമ്പും ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെ പുറത്തുണ്ടായിരുന്ന 160ഓളം തേങ്ങ ഉരിച്ചിട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു മോഷണ ശ്രമവും ഒക്കെയാണ് നമ്മുടെ ഈ വാടിപ്പുറത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള മോഷണങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തുള്ളവർക്ക് വേറെ അവർക്ക് ഭയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് വീടുകളിൽ കിടന്നുറങ്ങാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നത് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. പയ്യന്നൂരിന്റെ പരിസരത്തും നിരന്തരമായിട്ട് മോഷണം ഉണ്ടാകും. നമ്മൾക്കറിയാം, കേളത്തൊരു വീട്ടിൽ കേളത്തുള്ളൊരു പ്രായമുള്ള വയോധികയുടെ സ്വർണ്ണമാല പട്ടാപ്പകല് പറിച്ചു കൊണ്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പച്ചവെളിച്ചം ലൈവിൽ ആ വാർത്ത നൽകിയിരുന്നു. പോലീസ് വിദഗ്ധമായ അന്വേഷണത്തിന്റെ സഹായത്തോടു കൂടി അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ പയ്യന്നൂരിലെ പല പ്രദേശങ്ങളിലും നിരന്തരമായിട്ട് മോഷണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഈ മോഷ്ടാക്കളെ കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം പോലീസിന്റെ രാത്രി പെട്രോളിംഗ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ട് എന്ന കാര്യം, അവരുടെ വീഴ്ചകളായിട്ടും അവര് അന്വേഷണത്തിലൂടെ മോഷ്ടാവിനെ അതിനെ അംഗീകരിച്ചും കൊണ്ട് തന്നെയാണ് പച്ചവെളിച്ചം സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് അന്വേഷിക്കുന്നത്. രതീഷ്, എന്താണ് വിഷയം, എന്താണ് പറയാനുള്ളത്? അത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് വിഷയങ്ങൾ അറിയുന്നത്. അപ്പം വിഷയം അറിഞ്ഞപ്പോൾ നമ്മൾ ആ വീട് സന്ദർശിച്ചു. അപ്പൊ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലെ അകത്ത് കയറിയിട്ട് കോട്ടേഴ്സ് ആണ്, അവർ അച്ഛനും മകനാണ് താമസിക്കുന്നത്. അപ്പം അവിടെ കയറി കഴിഞ്ഞിട്ട് 2 ഫോൺ എടുക്കുക ചെയ്തത്. തൊട്ടടുത്തുള്ള ക്യാമറയിൽ നോക്കിയപ്പോൾ ഒരു 3 മണിക്ക് ആള് പുറത്തു പോകുന്നത് കാണുന്നുണ്ട്. പക്ഷെ ആളെ മുഖം തിരിച്ചറിയുന്നില്ല. ഒരു ബാഗും ഇതൊക്കെ ഇട്ടിട്ടാ വന്നത്. ഇനി ബാഗിൽ വല്ല ടൂൾസ് കാര്യങ്ങളുണ്ടോ ആയുധമുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പോലീസ് നല്ല ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം രാത്രി പെട്രോളിംഗ് പോലീസ് എന്തായാലും നടത്തേണ്ടതുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പോലുള്ള നമ്മുടെ ഒരു പ്രദേശത്ത് ഇതുപോലെ സംഭവിച്ചത് ഒരു മരണം പോലും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പച്ചവെളിച്ചം തന്നെ റിപ്പോർട്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ പച്ചവെളിച്ചത്തിനെ വിളിച്ചത്. പിന്നെ എന്തായാലും പോലീസ് നല്ലൊരു ജാഗ്രത വേണം എന്നാലും പറയാനുള്ളത്. നമ്മുടെ ഇവിടുത്തെ യൂത്തുക്കൾ, അതുപോലെ ഇവിടുത്തെ പൊതുസംഘടനകൾ എല്ലാവരും നല്ലൊരു ജാഗ്രതയുണ്ട്. നാട്ടുകാർ ഒന്നടങ്കം ഇതിനൊരു പ്രതികൾ പിടിക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയ മോഷണമായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം പറഞ്ഞാൽ വീട്ടിന്റെ അകത്ത് കയറിയിട്ടാണ് ഈ മോഷണം നടത്തുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് 2 മൊബൈൽ ഫോണും ഈ വീട്ടിൽ നിന്ന് ഒരു കൊടയാ പോയത് അല്ലേ? അല്ലേ? ആ, വേറെ 3 വീടുകളിലാണ് കയറിയിട്ടുള്ളത്. അത് 2 വീടുകളിൽ ക്യാമറ ഉണ്ടായതുകൊണ്ട് പിന്മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. കോട്ടേഴ്സിൽ ക്യാമറ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് അകത്ത് കയറിയിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് അവിടെ മൊബൈൽ എടുത്തിട്ടാ പോയിട്ടുള്ളത്. അദ്ദേഹം ഇടിയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഏട്ടാ, നിങ്ങളെ 2 മൊബൈൽ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താ 2 മൊബൈലല്ലേ പോയതല്ലേ? നിങ്ങൾ വീട്ടിലെ ഏകദേശം നിങ്ങൾ ഉറങ്ങിയ സമയത്ത് വീടിന്റെ അകത്ത് കയറിയിട്ട് അല്ലേ 2 മൊബൈൽ എടുത്തു പോയി അല്ല? അത് നിങ്ങൾ അവിടുന്ന് എടുത്തു പോയി അല്ലേ? അതാണ് മോന്റെ ബെഡ്റൂം എന്നല്ലേ? വേറെ എന്താന്ന് മറ്റേ തേങ്ങ പോയ തേങ്ങ അല്ല. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മോഷണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു മോഷണം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ പോയിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് തേങ്ങ എന്താ ചെയ്ത് തേങ്ങ ഉരിച്ചിട്ട് കൊണ്ടുപോയി. അതെ, എത്ര തേങ്ങ ഏകദേശം പോയിന്? 160ഓളം തേങ്ങ വീട്ടിൽ വന്നിട്ട് രാത്രിയിൽ അതിന്റെ പാണ്ട തോട്ടിലുണ്ട്, കുറച്ച് കരക്കും പറമ്പത്തുണ്ട് ഉണ്ട്. അതൊന്നും അറിയില്ല. നിങ്ങളൊന്നും ഇത് അറിയുന്നില്ല? രാത്രി കിടന്നുറങ്ങി. രാത്രി നമ്മൾ ഇടിയല്ലോ, നമ്മള് തെക്കുംപാട്ടിൽ താമസിക്കുന്നു. ഇവിടെ വാടക കൊടുക്കുക, റെയിൽവേയിൽ എടുക്കുന്ന വീട്ടുണ്ട്, അവർക്ക് വാടക കൊടുത്തില്ല നമ്മള്. കുറച്ച് ദിവസം ഇല്ലാതെ അപ്പൊ ആ സ്ഥലം നോക്കിയിട്ട് അന്നേരം എന്ന് പറഞ്ഞാൽ അവര് നിങ്ങൾക്ക് വാടക കൊടുത്ത സ്ഥലത്തെ തേങ്ങയാണ് അല്ല, നിങ്ങൾ പറിച്ചിട്ട തേങ്ങയാണ് എടുത്തിട്ട് പോയത്. അത് ശരി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ ഈ തേങ്ങയ്ക്ക് ഇപ്പം വലിയ വിലയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിനും തേങ്ങക്കും ഒക്കെ വലിയ വില കയറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീട്ടിൽ വന്നിട്ട് അവിടെ സൂക്ഷിച്ച് വെച്ച തേങ്ങ പറമ്പിൽ നമ്മൾ പറമ്പിലൊക്കെ തേങ്ങ നമ്മളെ ബെഡ്റൂമിലൊന്നും സൂക്ഷിക്കില്ലല്ലോ. തേങ്ങ നമ്മൾ കളത്തിലോ അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെയുള്ള സ്ഥലത്താണല്ലോ നമ്മൾ തേങ്ങ സൂക്ഷിക്കാറ്. അങ്ങനെ സൂക്ഷിച്ച തേങ്ങയാണ് മോഷ്ടാവ്
പിന്നെ ഉരിച്ചിട്ട് കൊണ്ടുപോയത്. അതിന്റെ പാണ്ടയൊക്കെ പിന്നെ പുറത്തിട്ടിട്ട് അതൊക്കെ എടുത്തു കൊണ്ടുപോയി. അങ്ങനെ വേറെ വ്യത്യസ്തമായ ഒരു മോഷണമാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. അതുപോലെ തന്നെ അത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മരണം നടന്നു. ആ മരണം കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മോഷണം നടക്കുന്നു, അതുപോലെ തന്നെ കൊലപാതകം നടക്കുന്നു. ഇതിന്റെയൊക്കെ പിറകിൽ ആരാണ് എന്ന് അറിയേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട്. അങ്ങനെ ഒരു മരണം നടന്നാൽ അത് കൊലപാതകമാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം വളരെ ശ്രദ്ധേയമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പോലീസിന്റെ അനുമാനവും അത് കൊലപാതകം എന്നാണ്. ഇതുവരെ അതിൽപ്പെട്ട ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പോലീസ് ഈ വിഷയത്തിൽ തികച്ചും ജാഗ്രത കാണിക്കണം. പ്രദേശവാസികൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ഈ വീട്ടിൽ നിന്ന് കൊടയാണ് എടുത്തത്. അതുപോലെ തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന് ക്വാർട്ടേഴ്സിൽ നിന്ന് 2 മൊബൈലാണ് എടുത്തിട്ടുള്ളത്. വേറൊരു വീട്ടിൽ മോഷ്ടാവ് കയറിയിട്ടുണ്ട്. വേറൊരു വീട്ടിൽ ഇതിന് കുറച്ച് ദിവസം മുമ്പിലാണ് തേങ്ങ ഉരിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട പ്രശാന്ത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്? നിങ്ങൾ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനല്ല, എന്താ പറയാനുള്ളത്? ഇതില് പ്രത്യേകിച്ചും പറയാനുള്ളത് ഇപ്പം വാടിപ്പുറം ഭാഗത്ത് ഇങ്ങനെ മോഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ മുമ്പ് നടന്ന കൊലപാതകം, ആ കൊലപാതകത്തിന് വ്യക്തമായ ഒരു രീതിയിൽ അന്വേഷണം പോയോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ഇതുവരെയായിട്ടും ആ കുറ്റവാളികളെ കണ്ടെത്താത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടത്ര ഗൗരവത്തിലെടുത്തുകൊണ്ട് പോലീസ് വേണ്ട രീതിയിൽ ഈ പ്രദേശത്ത് ഇടപെടണം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ മോഷണ ശ്രമം തന്നെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് പോലീസ് എത്തിയതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം മറ്റാണ് പോലീസ് എത്തിയത്. അപ്പം ആ മോഷണ ശ്രമം നടന്ന ഈ CCTV ക്യാമറ ഒക്കെ ഉണ്ട്. ആ സമയത്ത് പോലും പോലീസ് ഈ മൊബൈൽ നഷ്ടപ്പെട്ട വ്യക്തി പോലീസ് സ്റ്റേഷനിൽ പോയി വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി സ്വയം പറഞ്ഞ ഒരു പരാതി ഉണ്ടായിട്ട് പോലും പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്നുള്ള പരാതി നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലൊരു അന്വേഷണം നടത്തി ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് പോലീസ് അധികൃതരോട് പറയാനുള്ളത്. ഇത് ഒരു വിഷയം വളരെ പ്രധാനമായിട്ടാണ് ഇത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ മരണത്തിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൊലപാതകം എന്ന് പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതികൾ ഇതുവരെ പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. വിവിധ വീടുകളിൽ നിരന്തരമായിട്ട് മോഷണ ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പ്രദേശവാസികൾക്ക് ഭയം ഉണ്ടാവുക, അതുപോലെ തന്നെ പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമാണ്. പോലീസ് കൃത്യമായി പോലീസിനിവിടെ പയ്യന്നൂർ പോലീസിന് എല്ലാ സംവിധാനങ്ങളുണ്ട്. പെട്രോളിങ്ങിന് വണ്ടിയുണ്ട്. അതുപോലെ തന്നെ അതിന് ഇവിടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സംവിധാനമുണ്ട്. അങ്ങനെ വലിയ ഒരു സംവിധാനമുള്ള ഒരു പോലീസ് സംവിധാനമാണ് പയ്യന്നൂരിലുള്ളത്. അതിനൊത്ത അനുസരിച്ചുള്ള പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തുണ്ടാവണം. ഒരു പരാതി അറിഞ്ഞാൽ, മോഷണ ശ്രമം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സൈറ്റിലെത്തിയിട്ട് ആവശ്യമായ മുൻകരുതലുകളൊക്കെ അവിടെ എടുത്തിട്ട് അതിൽ നിന്ന് ശാസ്ത്രീയമായി കിട്ടേണ്ട തെളിവുകളൊക്കെ ശേഖരിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതൊക്കെ പോലീസ് ചെയ്യാതിരിക്കുന്നത് പോലീസിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ്. പോലീസ് ഈ വിഷയത്തിൽ വളരെ സജീവമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പയ്യന്നൂർ നിരന്തരമായിട്ട് മോഷണം നടക്കുന്നു. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വിലയൊക്കെ അറിയാം, നമ്മൾക്കറിയാം. ഈ അമ്പലത്തിൽ നടന്ന മോഷണത്തിൽ ഇതുവരെ പ്രതിയെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ പയ്യന്നൂർ പോലീസിന് ഇപ്പൊ അടുത്ത് ഒരു മോഷണം പിടിക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേളത്തുള്ള പട്ടാപ്പകൽ നടത്തിയിട്ട് ബൈക്കിലെത്തിയിട്ട് സ്വർണം പറിച്ചു കൊണ്ടുപോയ ആ വിഷയത്തിലാണ് പോലീസിന് ഒരു പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പോലീസ് ഇരട്ടത്ത് നിൽക്കേണ്ട കാര്യമില്ല. പോലീസ് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി തയ്യാറാവണമെന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി പയ്യന്നൂർ കൊച്ചിയിലെ വാടിപ്പുറത്തിൽ നിന്ന് രാജീവൻ പച്ച.